ബ്രോഡ്വേ കയറാൻ നിൽക്കുക, പക്ഷേ ഭയങ്കര തിരക്കാണ്. അങ്ങോട്ട് നേരെ ബ്രോഡ്വേ നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഭയങ്കര തിരക്കാട്ടോ, പേടി വരുന്ന ശ്വാസം മുട്ടൽ ഉണ്ടാകുമെന്നേ. കൊള്ളാം, പൊളിച്ച്, അത് അടിപൊളിയാ. 450 ക്രിസ്മസ് പ്രമാണിച്ചുള്ള കച്ചവടം ഇവിടെ നടക്കുന്നുണ്ടോ. വായിക്കണ്ടോ ഇവിടെ, ചെക്കിങ്ങിന് വെച്ച് കേട്ടോ. QR കാണിക്കണം, അപ്പം തുറക്കും കേട്ടോ. ഒട്ടുവീണ് തുറക്കപ്പെടുമെന്നല്ലേ. അപ്പോൾ നമ്മുടെ QR കാണിച്ച് നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആദ്യമായിട്ട് നമ്മൾ കൊച്ചി മെട്രോയിൽ കയറാൻ പോകണം കേട്ടോ. ഫസ്റ്റ് ടൈമാണ്, ഒരു പരിപാടി അറിയത്തില്ല എങ്ങനെയാണ്. പ്ലാറ്റ്ഫോം നമ്പറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം 1 എല്ലാം വരും. നമുക്ക് ടൗൺ ഹാളിൽ പോയി ഇറങ്ങണം, അവിടെ നമുക്ക് വേറെ പരിപാടിയുണ്ട്. കൊച്ചി മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ. അതെ, പ്ലാറ്റ്ഫോം നമ്പർ 1. ടിക്കറ്റ് കാണിച്ച്, ഇത് നമ്മുടെ ടിക്കറ്റ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. നീയോ? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അടിപൊളിയായിരുന്നല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ ചില വിഷയങ്ങളൊക്കെ നമുക്ക് പറ്റത്തില്ലെന്ന് ഓർക്കും. സത്യം പറഞ്ഞാൽ നാണക്കേട്. ഇപ്പോഴത്തേക്ക് ഈ കൊച്ചി മെട്രോയിലൊക്കെ കയറാത്ത ആൾക്കാർ ചുരുക്കമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് ദൈവം ഒരു സാഹചര്യം ഒപ്പിച്ച് തന്നേക്കാണ്. കണ്ടോ, വണ്ടി കണ്ടോ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ട്രെയിൻ മാത്രമേ കണ്ടുള്ളൂ, ഇന്ത്യൻ റെയിൽവേ അല്ലേ. ഇതൊരു വെറൈറ്റി ആണല്ലോ. ഞാൻ നമ്മുടെ നാടിൻ്റെ വികസനം കണ്ടോ, കേരളമൊക്കെ മാറി. ഇപ്പം ഗതാഗതക്കുരുക്കിൽ നിന്നും ഏറ്റവും നല്ലൊരു എന്താ പറയുന്നത് വഴിയാണ് ഈ കൊച്ചി മെട്രോ. അങ്ങനെ നമ്മൾ ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനിൽ വന്നു. നമ്മൾ കൊച്ചി മെട്രോയിൽ കയറിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ചെറിയ കോഫി സെൻ്ററൊക്കെ ഉണ്ട് കണ്ടോ. മിൽമയുടെ ഔട്ട്ലെറ്റ് കണ്ടോ. ഇവിടെ മിൽമയുടെ പ്രോഡക്റ്റുകളാണെന്ന് തോന്നുന്നു. ലിഫ്റ്റേ പോകാം, ലിഫ്റ്റല്ലേ. നമ്മൾ ലിഫ്റ്റേ പോയില്ല, ലിഫ്റ്റ് വരുമ്പോഴത്തേന് ടൈം എടുക്കും. നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകാം കേട്ടോ. ഫസ്റ്റ് ടൈം കൊച്ചി മെട്രോ യാത്ര എങ്ങനെ ഉണ്ടല്ലോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? അടിപൊളിയായിട്ട്. ഞങ്ങൾ ഒന്നും അറിയാതെ കയറി കേട്ടോ, പക്ഷേ നൈസ് കേട്ടോ. ആദ്യമൊക്കെ മെട്രോ ഭയങ്കര നഷ്ടത്തിലായിരുന്നു. ഇപ്പം മെട്രോയ്ക്ക് ലാഭം വരുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി. ഈ കാന കഴിക്കണം, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ മറൈൻ ഡ്രൈവ് പോകണം. മറൈൻ ഡ്രൈവിലാണ് നമ്മുടെ കണ്ടന്റ് കിങ് കിടക്കുന്നത്. അതായത് അവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ പേര് ശരിക്കും ഞങ്ങൾ മറന്നുപോയി. ബ്രോഡ്വേ എന്നാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല. അപ്പം അവിടെ പോയി കുറച്ച് നമ്മുടെ കച്ചവട വീഡിയോയും അതുപോലെ തന്നെ കുറച്ച് പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കണം കേട്ടോ. ക്രിസ്മസ് പ്രമാണിച്ചുള്ള കച്ചവടം ഇവിടെ നടക്കുന്നുണ്ടോ. ബെൽറ്റ് കണ്ടുപിടി. ഇത് പ്രൈസ് എത്ര? ബെൽറ്റിന് എങ്ങനെ കേട്ടോ? 400 അടിച്ച് വെക്കണോ? നോക്കട്ടെ. ഞങ്ങൾ പണ്ട് നമ്മൾ മേടിച്ച ബെൽറ്റ് അങ്ങോട്ട് നേരെ. അപ്പം ബ്രോഡ്വേ നല്ല തിരക്കാണ് കേട്ടോ. ഒരുപാട് സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. ഇത് നല്ല പാൻറ്റാണോ ഡി? റേറ്റ് നോക്കാം. ഇതിനൊക്കെ എങ്ങനെ കേട്ടോ ജീൻസൊക്കെ? 400 സ്റ്റാർട്ടിങ്. 400 രൂപയുടെ ജീൻസ്. ഇതൊക്കെ എത്ര കേട്ടോ? 250. കമ്മൽസ് വേണോ? ഊരിയത് പിടിക്കണം, കളയല്ലേ. കാണിച്ചത് നോക്കി. കൊള്ളാം, ചേരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ആ ബീർത്തിങ് സംഭവമില്ലേ, അത് വേണ്ടായിരുന്നു തോന്നുന്നു. ആണോ? ഗായ്സ്, ഇവിടെ ഇട്ട കമ്മൽ ഊരിയിട്ട് ഇപ്പം മേടിച്ച് അത് ഇട്ടപ്പം ഈ ഡ്രസ്സിനും ചേരുന്നുണ്ട്, മുഖത്തിനും ചേരുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഞാൻ എന്നും പറയും കമ്മൽ നോക്കിയിടാവുള്ളത്. തിരിഞ്ഞു വന്നത് അത് മതി, അത് ചേരുന്നുണ്ട്. കൊള്ളാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന് പറയണേ. പലാസ എത്ര കേട്ടോ? 100? 100ൻ്റെ പലാസ കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. 100 രൂപയുള്ളൂ കേട്ടോ. ഇതുകൊണ്ട് മറ്റേ ട്രൈ തൂക്കിടുന്ന സംഭവം. ഇതൊക്കെ എങ്ങനെ കേട്ടോ വില? ചേട്ടാ എങ്ങനെ വില ഇതൊക്കെ? എല്ലാം 80? എല്ലാം 80 ആണോ? അതോ ഐറ്റംസാണ്? പിന്നെ ക്രൗഡ് അടിച്ചു കണ്ടോ. ഇത് കൊള്ളാമല്ലോ, അടിപൊളിയായിട്ട്. എത്ര ചേട്ടാ? 50. ഇത് നമുക്ക് വില ചോദിക്കാം. ഇതിനെങ്ങനെയാ ചേട്ടാ? ഇതെങ്ങനെയാ വെള്ളം? 450. ഇതിനൊക്കെ 450 രൂപ. നമ്മുടെ കുറ്റൂർ ഇതിന് വില എത്ര? അത് നോർമലായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു.
ഈ റോളെന്ന് പറയുമ്പോൾ ചേട്ടാ ഈ ഒരു സെറ്റാണോ ചേട്ടാ? ചേട്ടാ ഈ ഒരു സെറ്റാണോ 950? ഈ ഒറ്റ സെറ്റ്? ഓ ഈ ഒറ്റ സെറ്റാടി, ഈ ഒറ്റ സെറ്റ് കേട്ടോ. അത് കൊള്ളാം, അത് കൊള്ളാം, അത് ലാഭം കേട്ടോ. ഒറ്റ സെറ്റ് കണ്ടോ, ഒരു മരം മുഴുവൻ ഇടാം. അതാണ്ട് കാരണം അടിച്ചാലും ചൂടുണ്ടല്ലേ. 450 രൂപ കേട്ടോ ഈ ഒറ്റ സെറ്റ്. കൊള്ളാം, വേണോ? ഇതുകൊണ്ട് ഇവിടെ എല്ലാം ക്രിസ്മസ് ഐറ്റംസ് ആണ്. അതിവിടെ തൊപ്പി വെച്ച് നോക്കടി. കൊള്ളാടി, ചേരുന്നുണ്ടീ, വേണോ? എടുക്കൂ എടുക്കൂ. ഞങ്ങൾ ഷോപ്പിങ്ങിലാണ്, ദേവട്ടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞുണ്ടോ. ഇത് കൊള്ളാവേ. ആ കൊള്ളാം, പൊളിച്ച്, അത് അടിപൊളിയാ. വേണോ? ഗൈസ് നല്ല റഷാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത്ര ആൾ ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. നീ പ്രതീക്ഷിച്ചോ ദേവട്ടി? കണ്ടോ കൊച്ചു പിള്ളേരെല്ലാം ഇറങ്ങുന്നുണ്ട്. സൺഡേയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. നോക്കി കണ്ടോ, ഇവിടെ എല്ലാം കച്ചവടം ഉണ്ട്. ലാഭാ, കൈവിട്ട് പോകുന്നൊന്നുമില്ല. എത്ര വില? 10,100. ഇത് കൊള്ളാമല്ലോ. എന്താ തൂവൻ്റെ വെച്ചിട്ട് തലയിൽ വെച്ചിട്ട്, തൂവൻ്റെ തലയിൽ വെച്ചത് നോക്കട്ടെ. തലയിൽ വെച്ച് ആ സ്വിച്ച് പുറകിലൊക്കെ, സ്വിച്ച് ഫ്രണ്ടിലാണ്. ഗൈസ് കൊച്ചിയിൽ വന്ന് മാലാകെ പോലെ നിൽക്കുന്നുണ്ടോ? അടിപൊളി കേട്ടോ, ചേരുന്നുണ്ട്. എത്ര രൂപ പ്രൈസ്? 50 രൂപയോ? ബൈ ഇതിനെത്ര ബൈ? ബൈക്ക് 50 രൂപ. കൊള്ളാം. തുണിയൊക്കെ കൂട്ടിയിട്ടേക്കോ, നോക്കിയെടുക്കണം അല്ലേ രൂപ? തുണി നോക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലത് കിട്ടത്തുള്ളൂ. നിങ്ങൾ നോക്കിയേ, ഇഷ്ടംപോലെ പെൺകുട്ടികളൊക്കെ നോക്കിയേ. ഗൈസ് ഈ കച്ചവടത്തിൻ്റെ ഒക്കെ പുറകിൽ എന്തോ ഐറ്റം കണ്ട് അങ്ങോട്ട് പോകട്ടോ. നോക്കിയേ, ഇവിടെ എന്തോ സംഭവം. ഏതെടുത്താലും 50, ഏതെടുത്താലും 50, ഏതെടുത്താലും 50, ഏതെടുത്താലും 50, ഏതെടുത്താലും 50, ഏതെടുത്താലും 50. ഒരു ചേട്ടൻ തന്നെ ഇവിടെ വിശന്ന് ഫുഡ് കഴിക്കാൻ നോക്കിയേ. അവരൊക്കെ ഫുൾ ടൈം തിരക്കാണ് കേട്ടോ. അവർക്ക് ആഹാരം പോലും കഴിക്കാൻ ചിലപ്പോൾ ടൈം കാണത്തില്ല. ഗൈസ് ഞങ്ങൾ ബ്രോഡ്വേയിലൂടെ നടക്കുക കേട്ടോ. ഞങ്ങളിങ്ങനെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രൗഡ് കണ്ടോ, നല്ല ആളാട്ടോ. സൺഡേ കൂടെ ആയിട്ട് രക്ഷയില്ല കേട്ടോ. നമ്മൾ വന്ന പ്രധാനപ്പെട്ട സംഭവം ഇവിടെ കേട്ടോ. ഇങ്ങോട്ട് കയറണ്ടേ. ഹായ് ഗൈസ്, വേണ്ടി ഇത് കണ്ടോ, ബ്രോഡ്വേ ഇവിടാണ് കയറേണ്ടത്. ഇവിടെ വല്ല തിരക്കാണ് കേട്ടോ. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഡേഞ്ചറാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഗൈസ് ബ്രോഡ്വേ കയറാൻ നിൽക്കുക, പക്ഷേ ഭയങ്കര തിരക്കാണ്. കയറാൻ ശ്രമിക്കുവാണ്, പക്ഷേ ഇപ്പം എടുത്തതില്ല. കണ്ടോ ബ്രോഡ്വേ കയറുന്ന തിരക്ക് കണ്ടോ? ദൈവമേ, കുഴപ്പമുണ്ടോ ദേവു? ശ്വാസം മുട്ട് പോവും. അതാ എനിക്ക് പേടിയാ കേട്ടോ. ശ്വാസം മുട്ടലുണ്ടാകുന്ന സംഭവം ഇതാ, ജനത്തിരക്ക്. കയറണോടി, ആലോചിച്ചിട്ട് കയറാം. ഗൈസ് ഞാൻ വീണ്ടും കയറാൻ പോവാണ്. നല്ല തിരക്കുണ്ട്, ഭയങ്കര തിരക്കാട്ടോ. പേടി വരുന്നു, ശ്വാസം മുട്ടലുണ്ടാകുമെന്നേ. അവിടെ നിൽക്കുക, വേണ്ട കയറണ്ട, നാലച്ചിട്ട് വേണം. ശ്വാസം മുട്ടിയെങ്കിൽ എന്ത് ചെയ്യും? ഗൈസ് ഞങ്ങൾ കയറിയില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ചിങ്ങ് ഇറങ്ങി. കാരണം ഒരു പേടി, ശ്വാസം മുട്ടലുണ്ടാകുന്നു. ഇവർക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നു. അതാ വേറൊരു കാര്യം. കയറാം ബ്രോഡ്വേ ഉണ്ടോ? ഇവിടെ കയറാൻ എത്ര ആൾക്കാർ ഇടികൊള്ളുന്നത് നോക്കിയേ. ബ്രോഡ്വേ കയറാൻ പേടിച്ചിരിക്കുകയുണ്ടോ നോക്കിയേ. ശ്വാസം മുട്ടി ചത്തുപോകുന്നുള്ള പേടി കൊണ്ട് മാറി നിൽക്കുകയുണ്ടോ സുഹൃത്തുക്കളെ. ഒരുപാട് പേരുണ്ടോ നോക്കിയേ. അങ്ങനെ ബ്രോഡ്വേക്കുള്ളിലേക്ക് കയറിയിരിക്കുക കേട്ടോ. നല്ല തിരക്കാണല്ലോ ഇത്. അതുകൊണ്ട് ഇവിടെ എല്ലാം സംഭവം ഉണ്ടോ? റൈറ്റ് സൈഡിലെല്ലാം കച്ചവടക്കാരാണ് നോക്കിയേ. അടിപൊളി. അത്രയും തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല സുഹൃത്തുക്കളെ. കണ്ടോ ചേട്ടൻ നല്ല ഫ്രീക്കായിട്ടിരിക്കുന്നുണ്ടോ? ഓക്കെ യോ ഹാപ്പി ക്രിസ്മസ് ബ്രോ. അടിപൊളി. അങ്ങനെ തിളങ്ങിയിരിക്കുക സുഹൃത്തുക്കളെ. കൊള്ളാം. ഇത്രയും തിരക്കേ ഉള്ളായിരുന്നു. ഇത്രയും ക്രൗഡേ ഉള്ളു. ഇവിടെ ഇഷ്ടംപോലെ ബൾബുണ്ട് കേട്ടോ. ഇത് മറ്റേ കൂട്ടുന്നത് എത്ര കേട്ടത്? 300 അല്ലേ? കയറി വന്നപ്പോൾ നാണ്ടേ അതും ശൂന്യമായിട്ട് കിടക്കുന്നു.
ഇതുകൊണ്ട് ഇവിടെ എല്ലാം കച്ചവടത്തിൻ്റെ ഒരു കേന്ദ്രമാണ് സുഹൃത്തുക്കളെ. ഇതുണ്ടോ, ഇതെന്താ സംഭവം? എത്ര 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 80? ആർക്കൂസിനെ കണ്ടോ? കൊള്ളാം. ഓ വാവ്, ഇത് കണ്ടോടി, അടിപൊളി. നോക്കിയ സുഹൃത്തുക്കളെ, ഇഷ്ടംപോലെ LED ബൾബുകൾ വിവിധ വിലയിൽ. LED 450 ഉണ്ട്, 300 ഉണ്ട്, 150 ഉണ്ട്, അതിലും താഴ്ന്ന വില വരെ ഉണ്ട് കേട്ടോ. ഞാണ്ട് ഇഷ്ടംപോലെ കിടക്കുന്നു. ഇത് കണ്ടോ, മഞ്ഞ് പെയ്ത് കിടക്കുന്ന ട്രീ മരം കണ്ടോ? കണ്ടോ, മഞ്ഞ് സ്നോ ഉള്ള ട്രീ മരം കണ്ടോ? ഇതിനകത്തോട്ടുണ്ട്, ഇതാണ്ടേ ഇഷ്ടംപോലെ. വാവ്, അടിപൊളി. ഓ, ഇതെനിക്ക് തോന്നുന്നു ഹോൾസെയിൽ വിലകൾക്കായിരിക്കും അല്ലേ? കട നിറച്ച ട്രീ കേട്ടോ. വൈക്കോലിന് എത്ര? 120. വൈക്കോലിന് എത്ര? 2 പാക്കറ്റ് 50 രൂപ. പൊന്നവേ ഗൈസ്, നമ്മുടെ കച്ചി 50 രൂപ 2 പാക്കറ്റ്. കച്ചി ഞങ്ങളുടെ പത്തനംതിട്ടയിലൊക്കെ കച്ചി എന്ന് പറയും, വൈക്കോലെന്നും പറയും. 50 രൂപയ്ക്ക് കച്ചി കിട്ടും. നോക്കിക്കേ അടിപൊളി. 1 ലക്ഷമില്ല കേട്ടോ. നല്ല റഷ്. ഈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ സ്റ്റക്കായിരിക്കുകയാണ് കേട്ടോ. നോക്കി, റോഡ് വേ കാണാൻ വന്നേ കേട്ടോ. കെട്ട് ഒരടി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇന്ത്യ അത് മൂട്ടിങ്ങോടെ മഞ്ഞമരമൊക്കെ പോകുന്നുണ്ടോ? സ്നോ ട്രീ പോകുന്നുണ്ടോ? സ്നോ ട്രീ നമ്മൾ പെട്ട് നോക്കിയോട്ടെ. ചാലക്കുടി ബസ്സാറി പോയാൽ പോരായിരുന്നോ? അണ്ടപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടോ? ഇത് കൊള്ളാമല്ലോ, നല്ല സ്റ്റാറല്ലേ? സ്റ്റാറുകളുടെ ഒരു മേളയാണ്. സ്റ്റാറുകളുടെ ചേട്ടാ, ഇത് എങ്ങനെ ചേട്ടാ? 230. അവിടെ നിന്ന് ഇങ്ങനെ വന്ന കേട്ടോ. ഇനി അങ്ങോട്ട് പോകണമെന്നുണ്ട്. എങ്ങോട്ട് പോയാലും തിരിച്ച് ഇതുവഴി തന്നെ പോകേണ്ടി വരും. അതാണൊരു പേടി. നിങ്ങൾ അങ്ങോട്ട് നോക്കി, ഇത് കണ്ടോ, ആളുകൾ ഇങ്ങനെ, ജനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് സൺഡേയും കൂടെ കേട്ടോ. ഇനിയും കിടക്കുന്നല്ലോ. നിങ്ങൾ നോക്കി, എന്തോ തിരക്കാൻ നോക്കി. പിള്ളേരെയും കൊണ്ടൊക്കെ വരുന്നവർ സൂക്ഷിക്കുക. 40 രൂപ കണ്ടോ? പപ്പായ 40 കണ്ടോ? നല്ല ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഗായ്സ്. ആ ചേട്ടൻ വെരു കുത്തി കളിക്കുകയാണ്. ഇഷ്ടം പോലെ എണ്ണ വറുത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. അങ്ങനെ ബ്രോഡ്വേ ഒക്കെ കയറി ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് എനിക്കൊരു റെഡ് കല്ല് മോതിരവും മേടിച്ച്. ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആ മോതിരം മേടിച്ച് കയ്യിലൊരു വള വേണ്ട, ഈ ക്യാമറ പിടിച്ച് കയ്യിലൊരു ചെയിന്, ഇതെല്ലാം വാങ്ങിച്ച് ഗുണ്ടേ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മറൈൻ ഡ്രൈവിൽ ഒന്ന് കയറിയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പം 10:30 വരെ ലാസ്റ്റ് വണ്ടി ഉണ്ടെന്ന് പറയുന്നത് അറിയത്തില്ല. ഇത്ര നേരം ഇതിന് വെയിറ്റ് ചെയ്യാതെ മറൈൻ ഡ്രൈവും കൊണ്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നിന്ന് സ്പെൻഡ് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വണ്ടി കയറി പോകും. അതാ പരിപാടി. നമ്മുടെ ലുക്ക് സീൻ നമ്മൾ ബ്രോഡ്വേന്നാണ് മേടിച്ചത്. ബ്രോഡ്വേ സീനാക്കും മക്കളെ.